ഞാൻ അവതരിപ്പിച്ച ഓരോ ഗായകനും ഗായികയ്ക്കും ലഭ്യമാവുകയുണ്ടായി. വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ്. ഓരോ പ്രതിഭകളെയായി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു മ്യൂസിക് ദർബാർ. ഇന്നത്തെ ഈ എപ്പിസോഡിലും ഒരുപക്ഷെ ഈ UAEക്ക് ആകമാനം പരിചിതനായ, നിങ്ങളോടൊപ്പം തന്നെ കുറെ കാലമായി സഞ്ചരിക്കുന്ന ഓണ പ്രോഗ്രാമുകളിലും ഉത്സവ പരിപാടികളിലുമൊക്കെ പ്രവാസി സംഘടനകൾ ഓരോരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ സജീവ സാന്നിധ്യമായി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു ഗായകനെ ഇതാ ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഒരു സിംഗർ എന്നുള്ള നിലയിലാണ് നിസാം കാലിക്കറ്റ് ഈ ഗായകനെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നിസാം ഒരുപാട് വർഷങ്ങളായി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് തുടരുന്ന ഗായകനാണ്. നിസാമിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ മ്യൂസിക് ദർബാറിലേക്ക്. താങ്ക് യു രാജേട്ടാ, താങ്ക് യു സോ മച്ച്. നിസാമിനെ കുറിച്ച് ഞാൻ ആമുഖമായി പറഞ്ഞത് എല്ലാം അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഒരു എനർജി ബോംബായി മിക്കവാറുമുള്ള പ്രോഗ്രാമുകളിലെല്ലാം വന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ഗാനമേളയ്ക്ക് എല്ലാവരെയും ചിരിപ്പിക്കുകയും അതുപോലെ സംഗീതത്തിന്റെ ഒരു മാസ്മര മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഗായകനാണ് നിസാം. നിസാമിനെ കുറിച്ച് നിസാം തന്നെ പറയും. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയ സന്തോഷമുണ്ട് ഒരു കലാകാരനായിട്ട് ജീവിക്കാൻ കഴിയുന്നതിൽ. പിന്നെ ബേസിക്കായിട്ട് മ്യൂസിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിവൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. മിമിക്രിയിൽ പാട്ടുകാരുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് പാട്ടിലേക്ക് വന്നത്. പിന്നെ വളരെ സന്തോഷമെന്ന് പറയട്ടെ, ദുബായ് UAE വന്ന് അബുദാബിയിലായിരുന്നു 5 വർഷം. ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ പ്രിയപ്പെട്ട ഈ എന്റെ മുമ്പിലിരിക്കുന്ന രാജീവേട്ടന്റെ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് പുതിയൊരു കലാകാരൻ എന്നുള്ളതിന്റെ എല്ലാവിധ പ്രോത്സാഹനവും എനിക്ക് തന്നിരുന്നു. മിക്ക പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുകയും പിന്നെ പല പ്രോഗ്രാംസ് ഓരോ കുറവുകളെ തിരുത്തി തരികയും ഏഷ്യാനെറ്റിനോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. കാരണം ഏഷ്യാനെറ്റിന്റെ പല പ്രോഗ്രാംസുകളിലും ഞാൻ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഭാഗമായിരുന്നു. അതെ. ഞാൻ വോയിസ് ഓഫ് അറേബ്യയിൽ പാടിയിട്ടുണ്ട്, മൈലാഞ്ചിയിൽ പാടിയിട്ടുണ്ട്, പിന്നെ മ്യൂസിക് ഡ്രൈവിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏഷ്യാനെറ്റിന് തന്നെ ഒരുപാട് ക്ലാസ്സുകളിലൂടെയാണ് വളർന്നിട്ടുള്ളത്. പിന്നെ സന്തോഷം ഇപ്പോഴും. എവിടുന്നാണ് സംഗീതം കിട്ടിയത്? എന്റെ ഒരു ജീൻ എവിടുന്ന? ജ്യേഷ്ഠൻ ഒരു സിംഗറാണ് അദ്ദേഹം. പക്ഷെ എന്നെങ്ങനെ ചെറുപ്പമായതുകൊണ്ട് പഠിപ്പ് മോശമെന്ന് കരുതി അങ്ങനെ ക്ലബ്ബിലൊന്നും കൊണ്ടുപോകാറില്ല. കോഴിക്കോടാണല്ലോ, അപ്പോഴും മേഫിലൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ പോയി ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷെ പാട്ടിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയത് പ്രീ ഡിഗ്രിക്ക് ശേഷമാണ്. കോളേജിൽ പ്രോഗ്രാംസിന് പാടിയിരുന്നു, 2 പാട്ട് പാടി. അപ്പോ നമുക്കൊരു സ്വയം വിലയിരുത്തലുണ്ടാവില്ലേ, നമുക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. അങ്ങനെ പാടിയതാണ്. പിന്നെ ഇവിടെ വന്ന് ഞാൻ ജാസി ഗിഫ്റ്റിന്റെ വോയിസിലായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അന്ന് കലാഭവന്റെ പ്രോഗ്രാംസിന് വരെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെയും അങ്ങനെ ടീമിന്റെ കൂടെ ഈ 2 പാട്ട് പാടാൻ വേണ്ടി മാത്രം. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്കൊന്നും ആവില്ല എന്നുള്ള തോന്നലാണ് പിന്നീട് ഓരോ പാട്ടുകളും എടുത്ത് പഠിക്കാനും പിന്നെ സ്റ്റേജിൽ നമ്മളെ അവർക്ക് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ഒരു പെർഫോം ആർട്ടിസ്റ്റ് ആയത്. ഓരോ വോയിസിൽ അനുകരിച്ച് പാടുകയും പിന്നെ കുറെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിട്ട് അങ്ങനെ ഇപ്പോഴും തുടരുന്നു. അപ്പൊ എല്ലാവരും വിളിക്കാറുണ്ട് പ്രോഗ്രാംസിന്. അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഭാഗ്യമെന്ന് പറയട്ടെ, എന്റെ ഭാര്യ സോണിയ ഒരു സിംഗർ തന്നെയാണ്, MA റാങ്ക് ഹോൾഡറാണ്. ഓമനക്കുട്ടി ടീച്ചറുടെയും അതുപോലെ MG രാധാകൃഷ്ണൻ സാറിന്റെയൊക്കെ ശിഷ്യയാണ്. അപ്പൊ ഒരു നല്ല ഗുരുവിനെ തേടി അങ്ങനെയാണോ ഭാര്യയാക്കിയത്? അല്ല, ഗുരുവിനെ കണ്ട് ഭാര്യയാക്കിയതല്ല. കൂടെ പാടിയിരുന്ന സമയത്ത് പിന്നെ പാട്ടുകളെ കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു തരികയും അതിനോട് നമ്മുടെ ജീവവായുവായിട്ട് കാണുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ തമിഴ് ഗാനങ്ങളൊക്കെ പാടുന്ന കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും സ്വരപ്രസ്ഥാനമൊക്കെയുള്ള പാട്ടുകൾ ഒരുപക്ഷെ ഞാനൊക്കെ പാടുന്ന സമയത്ത് അത് പാടാനുള്ള ആഗ്രഹം അറിയിച്ചുകൊണ്ട് എനിക്കും പാടണമെന്ന് പറഞ്ഞിട്ട് അല്ലെ, ശ്രീരാഗമോ പോലെയുള്ള പാട്ടുകൾ, അതെ അതിനുവേണ്ടി ശ്രമിക്കുന്ന, വളരെ കാര്യമായി സംഗീതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗായകനെ, ഒരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടിട്ടുണ്ട് നിസാമിൽ. നമുക്ക് പല രീതിയിലായിരിക്കും പ്രോഗ്രാം വരിക. ഇപ്പോൾ അക്കൂട്ടത്തിൽ പറയുന്ന ഭാഗത്ത് ഇപ്പോ ഇവിടെ ബംഗാളി, നേപ്പാളി, ശ്രീലങ്ക, പഷ്തു, കന്നഡ, തെലുഗു, അറബി, തമിഴ്, മലയാളം, ഹിന്ദി, അറബിക് എല്ലാ ലാംഗ്വേജും ഇപ്പൊ പാടുന്നുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള പിന്നെ ഒരുപാട് ക്യാമ്പ് പ്രോഗ്രാംസുകളെല്ലാം ഞാനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും ഭാഷ പാടുന്നതുകൊണ്ടും ഹിന്ദിയിൽ മിമിക്രി ചെയ്യുന്നതുകൊണ്ടും ആങ്കർ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ. ഹിന്ദിയിൽ മിമിക്രി ചെയ്യുമോ? മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട്. ഇതില് കുറച്ച് പഴയ വോയിസും കുറച്ച് പുതിയ വോയിസും പിന്നെ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്ന സംഭവങ്ങളെ ഹിന്ദിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോ ഈ മ്യൂസിക് ദർബാറിൽ കുറച്ച് ഇപ്പൊ പറഞ്ഞു വരുന്നത് വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി ആക്ടറുടെ സൗണ്ട് ഞാനൊന്ന് കേൾക്കട്ടെ, ഞങ്ങളുടെ ശ്രോതാക്കളും കേൾക്കട്ടെ.
ഹിന്ദിയിൽ പഠിച്ചു ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അമരീഷ് പുരിയും അതുപോലെ അമരീഷ് പുരി തന്നെ ആവട്ടെ. जानी तुमको याद है അങ്ങനെയൊക്കെ പോകുന്നത്. സൂപ്പർ. ആ രണ്ട് അതെ, സംഭവമാണെങ്കിൽ തന്നെയും പാട്ട് കൂടുതൽ എടുത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ സ്ട്രെയിനുള്ള വോയിസുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അല്ല, നിസാമിന്റെ ശബ്ദത്തിൽ നിന്ന്, വോയിസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ഇപ്പൊ കേട്ടത്. ഇനി നിസാം, എനിക്ക് തോന്നുന്നു ഈ സംഗീത പഠനത്തിൽ ദൈവത്തിനെ വളരെയധികം വിശ്വസിച്ച് തന്നെയാണ് ഓരോ പാട്ടുകളും പാടുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മ്യൂസിക് ദർബാറിൽ ആദ്യത്തെ ഗാനമായി ഇലാഹി എന്നുള്ള പാട്ട് തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയാലോ? തീർച്ചയായിട്ടും. ഏകനായെന്നും തേടിയ ആലമാകെ നിന്നെ ഇഹലോക പാലകനെ നാദാ ഇരുളിൽ മാർഗമേഘണേ ഇലാഹേ ഏകനായെന്നും തേടിയ ആലമാകെ നിന്നെ റഹീമേ സുബ്ഹാനേ മനസ്സിൽ ശാന്തിയേകണേ കനിവിൻ നീതിഹാരമേ കടലായി സ്നേഹമേകണേ ജന്മദുഃഖമറിയണേ ജല്ല ജലാലേ സ്വർഗവീതി കാട്ടണേ റബ്ബ് റഹീമേ ഇലാഹേ ഇലാഹേ ഏകനായെന്നും തേടിയ ആലമാകെ നിന്നെ സുജൂദിൽ വിഴിനീരായി തുടരും തൗബ കേൾക്കണേ സുഖവും ദുഃഖവുമായി പ്രപഞ്ചം തീർത്തതല്ലേ നീ കരയുനിന്റെ കൺകളിൽ കാഴ്ചയേകണേ കരുണ തൻ കരങ്ങളാൽ കാത്തുകൊള്ളണേ ഇലാഹേ ഇലാഹേ ഏകനായെന്നും തേടിയ ആലമാകെ നിന്നെ ഇഹലോക പാലകൻ നാദാ ഇരുളിൽ മാർഗമേഘണേ ഇലാഹേ ഏകനായെന്നും തേടിയ ആലമാകെ നിന്നെ ഇലാഹേ ഇലാഹേ ഇലാഹേ. म्यूजिक दरबार മ്യൂസിക് ദർബാറിലേക്ക് വീണ്ടും സ്നേഹിതരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജീവ് കോടമ്പള്ളി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിസാം കാലിക്കറ്റ് എന്ന വേഴ്സറ്റൈൽ സിംഗറാണ്. സിംഗറാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിസാം ഒരുപാട് കലകൾ സ്വന്തമാക്കിയ കലാകാരനാണ്. മിമിക്രി വേദികളിൽ എത്ര അധികം താരങ്ങളെയാണ് നിസാം എന്ന ഗായകൻ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ നിസാമിന്റെ പെർഫോമൻസ് കണ്ട് അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ഗാനമേളയുടെ ഇടവേളകളിൽ നിസാം ചിലപ്പോൾ ഒരു 10-15 ആർട്ടിസ്റ്റുകളെയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പാടാനായി വരും. അതേ സമയത്ത് ഞാൻ നിസാമിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, നിസാം
ജീവിതത്തിന് വേണ്ടി ഒരുപാട് കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുള്ള ആളാണ്, ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പൊ ഒരു മകനുണ്ടല്ലേ? അതെ അതെ. മകന്റെ പേരും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഗർഷോം ഗസൽ നിസാം. അതെ, വളരെ നല്ല പേരാണ്. പ്രവാസിയുടെ മകൻ എന്നുള്ള അർത്ഥം വരുന്ന ഗർഷോം. അതെ. പിന്നെ നിസാമിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗീത രൂപമായ ഗസൽ. ഗസൽ. പിന്നെ നിസാമിന്റെ ആ ആത്മാവും, അല്ലേ? അതെ. മകനും മികച്ച രീതിയിൽ അച്ഛന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ പാതയിലേക്കൊക്കെ തന്നെ വരട്ടെ. തീർച്ചയായിട്ടും. മണ്ണിനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഉറപ്പായും ആ പ്രാർത്ഥന ഫലിക്കട്ടെ. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ പുതിയ സംഗീതത്തെക്കുറിച്ച് എന്താണ് നിസാമിന് പറയാനുള്ളത്? പുതിയ സംഗീതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് സ്വയം ഒരു സുഖം തോന്നണമെങ്കിൽ നമ്മൾ പഴയ പാട്ടുകൾ തന്നെ പാടണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചിലപ്പോൾ നമുക്ക് സ്റ്റേജ് പാടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ രാജുവേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ താളമയഞ്ഞും ശ്രീരാഗവും ഒക്കെ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും. അല്ലെങ്കിൽ അതിന് പറ്റിയ ഓഡിയൻസിനെ നമ്മൾ ക്ഷണിച്ച് വരുത്തണം. ആദ്യത്തെ ഒരു 5 പാട്ടിനുള്ളിൽ അത് ഉൾക്കൊള്ളിക്കാന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇപ്പൊ പ്രോഗ്രാംസ് ഉള്ളതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇറങ്ങാൻ പോകുന്ന പടത്തിനെ കുറിച്ച് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് ആ സ്പോട്ടിൽ തന്നെ നമ്മളത് പാടുന്നതുകൊണ്ടാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പോൾ ന്യൂ ജനറേഷനിലും നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്, നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഒരു ന്യൂ ജനറേഷന്റെ ഒരു പുതുമായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോഴും നല്ല നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പൊ എന്നെ അപേക്ഷിച്ചിടത്തോളം ഞാൻ ഗസലും ബാബുക്കയുടെ പാട്ടുകളും ഒക്കെയാണ് എടുത്തിട്ട് പഠിക്കാറ്. വെറുതെ പാടി പഠിക്കുന്നതാണ്. കാരണം നമ്മളറിയാതെ നമ്മുടെ തൊണ്ട എങ്ങനെ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. ഇത്രയും സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് അവർ ഓരോന്ന് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വഴക്കം, ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരാൻ വേണ്ടി പഴയ ലെജൻസിന്റെ തന്നെ പാട്ടുകൾ എടുത്ത് പഠിക്കേണ്ടി വരും. അതെ അതെ. എന്നാൽ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ സാധകം ചെയ്തതിന് ശേഷം പിന്നെ ഈസിയായി അത് വേണ്ട ഇത് വേണ്ട സുരുക്കിറുക്ക മുക്കാമുഴം പാടാനായി കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ തൊണ്ട വളരെ ഫ്രീ ആവും. നമുക്ക് അതൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോഴും ഒരു മത്സരത്തിനാണെങ്കിലും എല്ലാവരും പഴയ പാട്ടുകൾ തന്നെ എടുത്ത് പാടുന്നത്. ആരും പുതിയ പാട്ട് എടുത്തിട്ട് പിന്നെ പരീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ലില്ല, പഴയ പാട്ടുകൾ തന്നെയാണ് കാമ്പുള്ളത്. ഇപ്പോൾ കേട്ടാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഗതി എന്താണ്, സംഭവം എന്താണ്, പ്ലാൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏതൊരു സാധാരണ കേൾവിക്കാരനും കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. വ്യത്യാസം ഉണ്ടായാലും അതെ, അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു പഠനവും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ സംഗീത രംഗത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ ഗാനമേള വേദികളിലല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ കുറച്ച് പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ വോയിസ് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരി മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഇപ്പൊ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഓരോ പ്രോഗ്രാംസിന് പോകുമ്പോൾ മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ഓരോരുത്തരൊക്കെ വന്ന് ഏട്ടാ എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു 2 നമ്പർ കാണിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെയൊക്കെ സ്റ്റേജ് കയറ്റിയിരുന്നു. കാരണം ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഞാനായിട്ടാണ് കാണുന്നത്. ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മുടെ പ്രതിരൂപങ്ങളാണ്. അതെ അതെ, ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ടില്ല. സ്റ്റേജിൽ കയറിയിട്ട് അവരെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അവരെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഫൈറ്റൊക്കെ കാണിച്ചിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും കോർഡിനേറ്റ് ചെയ്താൽ എന്തുകൊണ്ട് ആയിക്കൂടാന്നൊരു തോന്നലുണ്ടായത്. അതിനുശേഷമാണ് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് ദുബായ് മാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ്. ഇന്നിപ്പോൾ 50ഓളം മിമിക്രി ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്. അതിലുള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാംസിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. സലിൽദായുടെ ഒരു പാട്ട് നിസാം പാടിയിട്ടുണ്ട്, മാടപ്രാവേവാണെന്ന്. അതെ, ആ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം. തീർച്ചയായിട്ടും. മാടപ്രാവേവാ ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂടു കൂട്ടാൻ വാ,
വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. മാരിയിൽ വേനലിൽ കൂടെ വരാമോ മാരിനിളം ചൂടേറ്റുരാവുറങ്ങാമോ ഈ മുളക്കൂട്ടിൽ മാരിയിൽ വേനലിൽ കൂടെ വരാമോ മാരിനിളം ചൂടേറ്റുരാവുറങ്ങാമോ ഈ മുളക്കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വയൽ പൂക്കൾ പോൽ നാം പൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ പാടി വരാമോ. ഈ വയൽ പൂക്കൾ പോൽ നാം പൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ പാടി വരാമോ. മരിക്കും വരെ എന്നിണപ്രാവേ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. വെൽക്കം ബാക്ക് ടു മ്യൂസിക് ദർബാർ. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് നിസാം കാലിക്കറ്റ്. നിസാം കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നിസാം കാലിക്കറ്റ് ഇപ്പോൾ കൂടെ ചേർത്താണോ? ഇവിടെ നിസാമുദ്ദീൻ എന്നല്ലേ അറിയപ്പെട്ടിരുന്നത്? അതെ, നിസാമുദ്ദീൻ എന്നായിരുന്നു. പിന്നെ മിക്ക ആൾക്കാരും നിസാം 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 എന്ന് തന്നെ വിളിച്ച് അവര് തന്നെയാണ് എനിക്ക് പേരിട്ടിരിക്കുന്നത്. പ്രോഗ്രാംസിന്റെ ആൾക്കാരാണെങ്കിലും അബുദാബിയിലുള്ള നിസാം, തടിച്ചിട്ടുള്ള നിസാം, അങ്ങനെ എന്റെ ബാക്കി ആ നിസാമുദ്ദീന്റെ ബാക്കി അക്ഷരമുണ്ടായില്ല, നിസാം നിസാം തന്നെയായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊരു ഒരു പുതിയൊരു സംഭവം എഴുതുന്ന കൂട്ടത്തിൽ എന്റെ നാടിനെ കൂടെ ഞാൻ ചേർത്തു. അത്രയുള്ളൂ, നിസാം കാലിക്കറ്റ്. അതെ. പക്ഷേ കോഴിക്കോട് സംഗീതത്തിന്റെ അല്ലെങ്കിൽ കലകളുടെ നാട് തന്നെയാണ്. അതെ. അവിടെ നിന്ന് യുഎഇയില് പ്രശസ്തനായ മറ്റൊരു ഗായകൻ കൂടി നിങ്ങൾക്ക് സ്വന്തമാണ്, കാലിക്കറ്റുകാർക്ക് സ്വന്തമാണ് നിസാം. അതെ അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മാഡ് അല്ലേ? അതെ അതെ. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു. മാഡ് എന്നത് സംഘടനയാണ്. സംഘടന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതെ അതെ, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. അതില് 50ഓളം മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ടുള്ളത്, പൊതുവെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ മറ്റൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ സ്റ്റേജിൽ കയറുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ ചെയ്യുന്ന ഐറ്റം അവൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്ടക്കേട്. അപ്പൊ അതിനെല്ലാം ഞാനൊരു ഉപാധി കണ്ടു. ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ എല്ലാവരും സമന്മാരാണ്, പ്രോഗ്രാംസുമായിട്ട് ഗ്രൂപ്പ് യാതൊരു ബന്ധമില്ല. നമ്മൾക്ക് കിട്ടുന്ന പൈസ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വരുക്കൂട്ടി വെച്ചിട്ട് നമുക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും സഹായിക്കാം. അത് മാത്രമാണ്. അപ്പോ ഈ മാഡ് തുടങ്ങിയപ്പോ തന്നെ പിന്നെ ഒരു അൻസാർ കല്ലറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്നെ നമുക്ക് ഒരു നല്ല സംഖ്യ കൊടുക്കാൻ പറ്റി. ഗ്രൂപ്പിൽ അങ്ങനെ ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാംസിന് പോവാൻ വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മള് ഗ്രൂപ്പിൽ നമ്മളൊരു നല്ല സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോ ഈ 50 പേരെ വെച്ചിട്ടാണ് ഞാൻ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന നിലച്ചുപോയ 10 വർഷം മുമ്പ് നിലച്ചു പോയിട്ടുള്ള ആ ഒരു കോമഡി ഓഡിയോ ആൽബത്തിന് വീണ്ടും ഒരു പുനർസൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ അത്ഭുതം തോന്നുന്നു എനിക്ക് കേട്ടോ നിസാം. എന്താ വെച്ചാല് ഇപ്പോ വിസിറ്റ് വിസയിൽ നിൽക്കുകയാണ്, അതെ, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ എന്താണ് പരമകാരുണികനായ ദൈവം കാണും എന്നുള്ള വിശ്വാസം തന്നെയാണ് നിസാമിനെ നയിക്കുന്നത്. ഞാനിപ്പോ ആ സീഡിക്ക് പേരിട്ടിരിക്കുന്നത് പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം എന്നാണ്. ആ പേരിന്റെ ടൈറ്റിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അതിപ്പോ ഒരുപാട് ആൾക്കാരെടുത്ത് ഒരുപാട് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 10 അതിന്റെ ഉദ്ഘാടനം. പിന്നെ പൊതുവായിട്ട് ഇപ്പൊ ഏട്ടൻ പറഞ്ഞ പോലെ വിസ്റ്റാണ്. നമ്മുടെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെതൊന്നുമല്ല. എന്റെ വാപ്പ മരിച്ചുപോയി. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ: നല്ല ചിരി, നല്ല സംസാരം, നല്ല പെരുമാറ്റം, എവിടെ ചെന്നാലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക. നിന്റെ കയ്യിൽ 5 രൂപയുണ്ടെങ്കിൽ നീ ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. 10 രൂപയുമായിട്ട് നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ പടച്ചവൻ നിന്റെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് കൊണ്ടുതരും. ആ ഒരു റൂട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, എവിടെ ചെന്നാലും നമുക്ക് നല്ല എന്താ പറയാ എല്ലാ രീതിയിലുള്ള സഹായങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ചെയ്യുന്നെന്ന് മാത്രം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ സംഗീത യാത്ര. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഇപ്പൊ ഒരുപാട് മലയാളം പഠിച്ചു, മലയാളം പാട്ട് പാടാറുണ്ട്. മെലഡി തന്നെയാണ് ഇപ്പൊ പാടാറ്. ശരി. ഇപ്പൊ ഒരു പ്രോഗ്രാംസിന് പോയി കഴിഞ്ഞാൽ ഇപ്പോ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓണ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു അനൗൺസ്മെന്റ് ആണ്, ഫുഡിന്റെ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോകണം, വേദിയിൽ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. നമ്മൾ അവിടെ ചെന്ന് അടിപൊളി പാടിയിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യകാലങ്ങളിൽ നമുക്കതൊരു ബ്ലാങ്ക് തന്നെയായിരുന്നു. ഇപ്പൊ ഒരുപാട് മെലഡി പഠിച്ചതുകൊണ്ട് നമുക്കത് സന്തോഷമായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ പ്രോഗ്രാംസിന് പാടാത്ത പാട്ടുകളൊക്കെ നമുക്ക് ഈ സമയത്ത് പാടി തീർക്കാം. അതെ അതെ അതെ, അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു ഫുൾ സിസ്റ്റത്തിൽ നമ്മൾ പാടുമ്പോഴുള്ള ഒരു വ്യത്യാസം അറിയാലോ. ഈ മാഡ് ഒരുക്കിയ ഒരു 1-2 പാട്ടുകളുണ്ടല്ലേ? മാഡിന്റെ ഈ പെരുന്നാളിടയ്ക്ക് കുബൂസ് കച്ചവടത്തിൽ 9 പാട്ടുകളുണ്ട്. അത് ശരി. അതിലെല്ലാം നാട്ടിലെ ഗൾഫിലെ മലയാളികളുടെ സാധാരണക്കാര് ഉറ്റുനോക്കാത്ത കുറെ സങ്കട കഥകളെ കോമഡി ആക്കിയിട്ടുള്ളതാണ്. അതില് കുറെ പാറ്റയുടെയും മൂട്ടയുടെയും കാരണം നമ്മളെ ഫ്ലാറ്റ് മാറുന്നതും ബൈക്കിൽ ഡെലിവറി ചെയ്യുന്നവരും പറയണ്ട, കേട്ട് നമ്മുടെ ശ്രോതാക്കൾ തന്നെ അറിയട്ടെ. ആ പാട്ട് തന്നെ കൊടുക്കാം. ബാറിൽ കേറി കുടുങ്ങി എന്റെ ബാങ്ക് ബാലൻസ് കലങ്ങി, ഭാര്യയും കുടുംബവും പിണങ്ങി, തല ഭ്രാന്ത് പിടിച്ച് തുടങ്ങി. ക്രെഡിറ്റ് കാർഡ് മുടങ്ങി, ഞാൻ പലിശക്കെടുത്ത് തുടങ്ങി.